ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ സബ്ജിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അധികം സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സബ്ജി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ചേർത്തിട്ടും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നീളത്തിൽ കട്ട് ചെയ്ത 2 സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 2 തണ്ട് വേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഉരുളക്കിഴങ്ങ്, ബീൻസ് 1/2 കപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം പകുതി വേവായതിനു ശേഷം അതിലേക്ക് 1.5 കപ്പ് മത്തങ്ങ, 1 കപ്പ് വഴുതനങ്ങ, 1 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മാംഗോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാംഗോ പൗഡറിന് പകരം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവിയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി കറി വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1/4 കപ്പ് മല്ലിയില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു വെജിറ്റബിൾ സബ്ജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.